നമസ്കാരം. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന ഒരു വിഷയം ശ്രീമദ് ഭാഗവതത്തില് ഒരു ശ്ലോകം വളരെ വിവാദമായിട്ടുണ്ട്. ഇപ്പോഴല്ല, വർഷങ്ങളായിട്ട് തന്നെ ആ ശ്ലോകത്തെക്കുറിച്ച് ഭാഗവതം പഠിക്കുന്നവരും പഠിക്കാത്തവരും, പഠിക്കാതെ പ്രയോഗിക്കുന്നവരും പഠിച്ച് പ്രയോഗിക്കുന്നവരും തമ്മിലൊക്കെ തന്നെ ഇത് സംബന്ധമായ ഒരു വിവാദം ഉണ്ടായിരുന്നു. ശ്ലോകം മറ്റൊന്നുമല്ല, പ്രസിദ്ധമാണ്. ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിൻ്റെ 12-ാം സ്കന്ധത്തിലെ 3-ാം അധ്യായത്തിലെ 14-ാമത്തെ ശ്ലോകമാണ് ഇവിടെ ചർച്ചാ വിഷയം. കഥാ ഇമാസ്തേ കഥിതാ മഹീയസാം വിതായ ലോകേഷു യശഃപരേയുഷാം വിജ്ഞാന വൈരാഗ്യ വ്യവക്ഷയാ വിഭോ വചോ വിഭൂതീർന്നതു പാരമാർത്ഥ്യം എന്ന ശ്ലോകമാണ് പലപ്പോഴും പല ആളുകളും വ്യാഖ്യാനിക്കാറുള്ളത്. ഒരു പ്രത്യേക രീതിയിലാണ് ചില ആളുകൾ അത് വ്യാഖ്യാനിച്ചത്. ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഭാഗവതത്തിലെ എല്ലാ കഥകളും, രാജകന്മാരുടെ കഥകൾ, ശ്രീകൃഷ്ണനടക്കമുള്ള ആളുകളുടെ കഥകൾ, അത് നതു പാരമാർത്ഥ്യം എന്ന് പറഞ്ഞതുകൊണ്ട് ആ കഥകൾ പാരമാർത്ഥ്യമല്ല, ആ കഥകൾ സത്യമല്ല. അതൊക്കെ വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകാൻ വേണ്ടി കൃത്രിമമായി ഉണ്ടാക്കിയതാണ്, കൽപ്പിതമാണ്, സങ്കല്പങ്ങളാണ്. അതുകൊണ്ട് ആ കഥകളിലൊന്നും ഒരു കാര്യവുമില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങൾ മാത്രം പഠിച്ചാൽ മതി, വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടായാൽ മതി. കഥകളിൽ നമ്മൾ വിശ്വസിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ആ കഥകൾ നടന്ന കഥകളല്ല, കെട്ടിച്ചമച്ച കഥകളാണ്, സാങ്കല്പികങ്ങളാണ് എന്നൊക്കെയാണ് ഈ ശ്ലോകത്തെക്കുറിച്ച് വ്യാഖ്യാനം. ഈ വ്യാഖ്യാനം, ഇത്തരമൊരു വ്യാഖ്യാനം ആധികാരികമായിട്ടുള്ള പണ്ഡിതന്മാർ, ശ്രീധരാചാര്യസ്വാമികൾ, വംശീധരസ്വാമികൾ, അതുപോലെ മറ്റനേകം മഹാത്മാക്കളായിട്ടുള്ള ഭാഗവത വ്യാഖ്യാതാക്കളുണ്ട്. ചൈതന്യ സമ്പ്രദായത്തിൽ വ്യാഖ്യാനിച്ച ആളുകളുണ്ട്. ഇവരാരും തന്നെ പറഞ്ഞതല്ല. അധുനാതനന്മാരായിട്ടുള്ള ചില പണ്ഡിതന്മാരും പണ്ഡിതന്മന്യന്മാരും ചില സന്യാസി ശ്രേഷ്ഠന്മാർ പോലും ഈ രീതിയിൽ ഭാഗവതത്തിലെ ഈ ശ്ലോകത്തെ വ്യാഖ്യാനിക്കാറുണ്ട്. എനിക്ക് അതിൽ ആദ്യമേ പറയാനുള്ളത്, നമ്മൾ ഒരു ശ്ലോകത്തെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് ആ ശ്ലോകത്തോടും ആ ശ്ലോകത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഗ്രന്ഥത്തോടും ആ ശ്ലോകത്തിൻ്റെ മുൻപ് പറഞ്ഞതും അതിന് ശേഷം പറഞ്ഞതുമായ, അതായത് പൂർവാപര ബന്ധവും നോക്കിയിട്ടാണ് ഒരു ശ്ലോകത്തെ, ഏത് ശ്ലോകത്തെയും വ്യാഖ്യാനിക്കേണ്ടത് എന്നാണ് ആദ്യമേ പറയാനുള്ളത്. അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ ഈ ശ്ലോകത്തിന് അങ്ങനെ ഒരു അർത്ഥം കിട്ടുന്നുണ്ടോ? ഭാഗവത കഥകൾ കെട്ടുകഥകളാണ് എന്ന് ഭാഗവതം തന്നെ പറഞ്ഞു എന്നാണ് ഈ വിദ്വാൻമാരുടെ വാദം. അതിനെയാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ഭാഗവതം കെട്ടുകഥയാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏത് വേദിയിലും എവിടെ വെച്ചും എപ്പോഴും എങ്ങനെയും പറയാം. അതിലെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അതിനെതിരെ പ്രതിരോധിക്കാനൊന്നും ആരും വരില്ല എന്നുള്ളത് നമ്മുടെ ഹിന്ദുധർമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഭാഗവതത്തെ കെട്ടുകഥയാക്കിയിട്ട് അവതരിപ്പിക്കണമെങ്കിൽ ഈ ശ്ലോകത്തെ തന്നെ കൂട്ടിപ്പിടിക്കണമെന്നില്ല, അല്ലാതെയും നിങ്ങൾക്ക് പറയാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ശ്ലോകത്തിൽ ഭാഗവത കഥകൾ കെട്ടുകഥയാണ്, കപോല കൽപ്പിതങ്ങളാണ്, സങ്കല്പമാണ് എന്ന് പറയുന്നുണ്ടോ എന്നുള്ളതാണ് ഞാനിവിടെ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3-ാം അധ്യായത്തിൽ ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട കഥകളൊക്കെ പറഞ്ഞു നിർത്തിയ ശേഷം ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുകയാണ്, നിരവധി രാജകന്മാരുടെ കഥകൾ ഞാൻ പറഞ്ഞു. 2-ാം അധ്യായത്തിൻ്റെ അവസാനത്തിലും അദ്ദേഹം പറയുന്നുണ്ട്, നിരവധി രാജകന്മാർ, രാജൻ നേരേ മയാ പ്രോക്ത നരദേവാഹ തഥാപരേ ഭൂമോ മമത്വം കൃത്വാന്തേ വിഹിത്വേ മാം നിധനം ഗതാഹ. അവരൊക്കെ തന്നെ ഈ ഭൂമിയോട് മമത, താൻ ഭരിച്ച ഈ നാടിനോട് മമതയുണ്ടായിട്ട് അതിനെ ഭരിക്കാൻ വേണ്ടിയിട്ട് മമത്വം ഉണ്ടായതുകൊണ്ട് ഇത് എൻ്റേത് എന്നുള്ള അഹന്ത ഉണ്ടാവുകയും അതിനുവേണ്ടി ഒരുപാട് യുദ്ധം ചെയ്യുകയും വലിയ ചരിത്രം സൃഷ്ടിക്കുകയും ഒടുവിൽ അവരൊക്കെ നിധനം ഗതാഹ, മരിച്ചു പോവുകയും ചെയ്തവരാണ്. അവരാരും നിലനിന്നില്ല. സ്വന്തം ശൗര്യം കൊണ്ടും സാമർഥ്യം കൊണ്ടും യുദ്ധവീര്യം കൊണ്ടും ഒന്നും ആരും ദീർഘകാലം ജീവിക്കുകയില്ല. അതൊന്നും അവരുടെ ദീർഘായുസിന് കാരണവുമല്ല, മഹത്വലക്ഷണവുമല്ല. ഭഗവാനെ ഭജിക്കുന്നവരാണ് മഹാന്മാർ, ജ്ഞാനം നേടിയവരാണ് മഹാന്മാർ. അല്ലെങ്കിൽ സർവഭൂതങ്ങളെയും സർവ്വജീവജാലങ്ങളെയും ദയയോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി കാണുന്നവരാണ് മഹാപുരുഷന്മാർ
എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗം പറഞ്ഞത്. കൃമിവിട് ഭസ്മസംജ്ഞാന്തേ രാജനാംനോപയസ്യ ച ഭൂതദൃക് തത്കൃതേ സ്വാർത്ഥം കിം വേദ നരയോ യതഃ. അവര് ഈ കൃമിയും മലവും മൂത്രവും അടങ്ങിയിരിക്കുന്ന ഈ ശരീരത്തെയാണ് സ്വയം രാജാവ് എന്ന് കരുതി അഹങ്കരിച്ചത്. എന്നിട്ട് അവർ ഒരുപാട് ജീവജാലങ്ങളെ ദ്രോഹിച്ച ശേഷം നരകത്തിൽ പതിക്കുകയും ചെയ്തു. ചില ആളുകൾ സ്വർഗത്തിൽ പോയിട്ടുണ്ടായിരിക്കാം എന്നേ ഉള്ളൂ. അപ്പോൾ അവരുടെ ആ ജീവിതം ഒന്നും തന്നെ നമുക്ക് മാതൃകയല്ല, ഭഗവത് ഭജനമാണ്. ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവുമാണ് നമുക്ക് അനുകരിക്കേണ്ടതായ മാതൃകകൾ എന്നാണ് ഈ കഥകളിലൂടെ പറഞ്ഞു വന്നത് എന്ന് ആദ്യമേ പറഞ്ഞു. ആ 2-ാം അധ്യായത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, ഭൂമി ഇത്തരം രാജാക്കന്മാരെ കളിയാക്കി ചിരിക്കുകയാണ്. വിഷ്ണു ആത്മനി ജയേ വ്യഗ്രൻ നൃപൻ ഹസതി ഭൂരിയം. തനിക്ക് വേണ്ടി വ്യഗ്രത കാണിക്കുന്ന രാജാക്കന്മാരെ ഈ ഭൂമി കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് വേണ്ടി ഈ ഈ രാജാക്കന്മാർ അവർക്ക് മൃത്യോ ക്രീഡനകാഹ, അവർക്ക് മരണത്തിന്റെ കളിക്കോപ്പുകളായിട്ടുള്ളവർ. ആർക്കും തന്നെ അവനവന്റെ മരണം എപ്പോഴാണെന്ന് പ്രവചിക്കാൻ സാധിക്കാതെ ഏതെങ്കിലും തരത്തിൽ രോഗം വന്നിട്ടോ വാർദ്ധക്യം വന്നിട്ടോ ശത്രുക്കളുടെ കൈകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപകടങ്ങൾ വന്നിട്ടോ മരിച്ചു വീഴാം എന്ന കാര്യം അറിയാതെ അറിവുള്ള ആളുകൾ പോലും ഈ നീറ്റിലെ പോളകൾ പോലെയുള്ള ഈ ക്ഷുദ്രമായ ക്ഷണികമായ ജീവിതത്തെക്കുറിച്ച് അറിയാതെ പരസ്പരം ഭൂമിക്ക് വേണ്ടി മണ്ണിന് വേണ്ടി പോരാടി മരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കുറെ കാലം അവർ സുഖം അനുഭവിച്ചുവെങ്കിലും അവരൊക്കെ തന്നെ ഇപ്പോൾ കഥാവിശേഷമായി തീർന്നിരിക്കുന്നു. അങ്ങനെയുള്ള രാജാക്കന്മാരുടെ പേര് പറയുന്നുണ്ട്. പൃഥു, പുരൂരവസ്, ഗാധി, നഹുഷൻ, ഭരതൻ, അർജുനൻ, മാന്ധാതാവ്, സകരൻ, രാമൻ, ഖട്വാകൻ, ധുന്ധുഹ, രഘു, തൃണബിന്ദു, യയാതി, ശര്യാതി, ശന്തനു, ഭഗീരഥൻ, വൃത്രൻ, രാവണൻ, അങ്ങനെയുള്ള അസുരന്മാരും രാക്ഷസന്മാരും, നമുചി, ശമ്പരൻ, നരകാസുരൻ, ഹിരണ്യാക്ഷൻ, ഇവരൊക്കെ തന്നെ ശൂരന്മാരായിരുന്നു, ജ്ഞാനികളുമായിരുന്നു, യുദ്ധ ജേതാക്കളുമായിരുന്നു. പക്ഷെ അവരൊക്കെ ഭൂമിക്ക് വേണ്ടി മണ്ണിനും പെണ്ണിനും പൊന്നിനും വേണ്ടിയിട്ടാണ് ജീവിതം മുടക്കിയത്. അങ്ങനെ അവർ കഥാവശേഷാഹ കാലേന ശകൃതാർത്ഥാഹ കൃതാവിഭോ, അവർ കഥാവശേഷന്മാരായി തീർന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ശ്ലോകം. കഥാ ഇമാസ്തേ, ഈ കഥകൾ, മഹീയസാം ഇമാഹ കഥാഹ എന്ന് പറയുന്നു. മഹാന്മാരായ മഹാപുരുഷന്മാരായ ഇവരുടെ കഥകൾ. ആരുടെ കഥകൾ? ലോകേഷു യശഃ വിതായ പരേയുഷാം, ലോകത്തിൽ തങ്ങളുടെ യശസ് പരത്തിയിട്ട് മരിച്ചുപോയവരായ മഹാത്മാക്കളുടെ കഥകൾ ഞാൻ നിന്നോട് പറഞ്ഞത് വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകാനുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അതിൽ അല്പം മസാല ചേർത്തു. പചോവിഭൂതിഹി, മനോഹരമായ വാക്യങ്ങളെ കൊണ്ട് ആലങ്കാരികമാക്കിയിട്ട് അത് പറഞ്ഞു തന്നതൊക്കെ തന്നെ വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ന തോ പാരമാർത്ഥ്യം, അത് പാരമാർത്ഥ്യമല്ല. പാരമാർത്ഥ്യം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പരമമായ അർത്ഥവുമായി ബന്ധപ്പെട്ടത്, പരമാർത്ഥവുമായി ബന്ധപ്പെട്ടത് പാരമാർത്ഥ്യം. പരമാർത്ഥം എന്ന് പറയുന്നത് മോക്ഷം. ചതുർവിധ പുരുഷാർത്ഥങ്ങൾ പരമമായ അർത്ഥം മോക്ഷമാണ്. അപ്പോൾ ഈ കഥകൾ മോക്ഷദായകമല്ല. ഈ കഥകളിലൂടെ വിജ്ഞാനവും വൈരാഗ്യവുമാണ് നമ്മൾ ആദർശമായിട്ട് സ്വീകരിക്കേണ്ടത് എന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കഥകൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് അതിൻ്റെ സാരം മാത്രം സ്വീകരിക്കുക. കാരണം ഈ രാജാക്കന്മാർ അനുകരണീയന്മാരല്ല, ഇവരെ അനുകരിക്കേണ്ടതില്ല. അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ചില പാഠങ്ങൾ പഠിക്കുകയാണ് വേണ്ടത്. അത് വിജ്ഞാനത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും പാഠമാണ്. പക്ഷെ എന്താണ് നമ്മൾ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടത്? അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. യസ്തു ഉത്തമശ്ലോക ഗുണാനുവാദ സംഗീയത്തെ അഭീക്ഷം അമംഗളഘ്ന തമേവ നിത്യം ശൃണുയാത് അഭീക്ഷണം കൃഷ്ണേമലാം ഭക്തി അഭീപ്സമാന. ശ്രീകൃഷ്ണനിൽ അമലമായ പവിത്രമായ ഭക്തി ആഗ്രഹിക്കുന്നവർ ഭഗവാന്റെ അമംഗളഘ്നമായ, അമംഗളം ഇല്ലായ്മ ചെയ്യുന്നതായ ഭഗവാന്റെ ഗുണാനുവാദങ്ങൾ, ഭഗവാന്റെ ഗുണകഥകളാണ് എന്നും കേട്ടുകൊണ്ടേയിരിക്കേണ്ടത്. ഭഗവാന്റെ കഥകൾ കേട്ടാൽ നമുക്ക് അത് നമ്മുടെ അമംഗളം ഇല്ലാതെയാക്കും. ഭാഗവതത്തിന് ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ശൃണ്വതാം സ്വഗതാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദ്യന്തസ്ഥോ ഹ്യഭദ്രാണി വിധിനോതി സുഹൃത്സതാം. ഭഗവത് കഥകൾ കേൾക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ ഭഗവാൻ പ്രവേശിക്കുകയും നമ്മുടെ ഹൃദയത്തിലെ മാലിന്യങ്ങൾ നീക്കി അതിനെ നന്മ നിറഞ്ഞതാക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ ഭഗവാന്റെ കഥകൾ നമ്മൾ നിത്യം ശ്രദ്ധയോടെ കേൾക്കണം. പക്ഷേ ഈ രാജാക്കന്മാരുടെ കഥകൾ, മുകളിൽ പറഞ്ഞ ഒരുപാട് രാജാക്കന്മാരുണ്ട്, ആ രാജാക്കന്മാരുടെ കഥകൾ അങ്ങനെ നമ്മൾ അതിനെ
അതിനെ ഒരു മോക്ഷ സാധനമാക്കി എടുക്കേണ്ടതല്ല. അതിൽ നിന്നും എടുക്കേണ്ടതായ നല്ല കാര്യങ്ങൾ എടുക്കുക, വിജ്ഞാന വൈരാഗ്യങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം എന്നാണ് ശ്രീശുഖൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ശ്ലോകത്തിൽ ലോകത്തിൽ യശസ് പരത്തിയിട്ട് മരിച്ചുപോയ രാജാക്കന്മാരുടെ കഥകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രാജാക്കന്മാർ ജീവിച്ചിരുന്ന രാജാക്കന്മാർക്ക് മാത്രമല്ലേ മരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ജീവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവെന്താണ്? അവർ മരിച്ചുപോയി എന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം യശസ് പരത്തിയിട്ട് മരിച്ചുപോയി എന്ന് പറയണമെങ്കിൽ യശസ് പരത്തണമെങ്കിൽ അവർ ജീവിച്ചിരുന്നിട്ടുണ്ടായിരിക്കണം. ജീവിച്ചവർക്ക് മാത്രമേ മരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവർ ജീവിച്ചിരുന്ന ജീവിച്ചിരുന്ന ആളുകളാണ്, ചരിത്ര പുരുഷന്മാരാണ്. അവരുടെ കഥകളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ളത് വിജ്ഞാനവും വൈരാഗ്യവുമാണ് എന്നാണ് ഈ ശ്ലോകം കൊണ്ട് ശ്രീശുകനും വ്യാസനും ഉദ്ദേശിച്ചത്. അല്ലാതെ ഭാഗവത കഥകളെല്ലാം കെട്ടുകഥകളാണ്, സങ്കല്പ കഥകളാണ് എന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല. ഭാഗവത കഥകൾ കെട്ടുകഥകളാണെന്ന് പറയാൻ ഈ ശ്ലോകത്തെ ആരും തന്നെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് വാദിക്കാം. കാരണം ഇതിൽ അസംഭാവ്യങ്ങളെന്ന് തോന്നുന്ന നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് ഇത് കെട്ടുകഥയാണ് എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് പൊതുവേദികളിൽ സാധിക്കും. ഭാഗവത സപ്താഹ ആചാര്യന്മാർക്ക് സപ്താഹ വേദിയിൽ തന്നെ ഇരുന്നു കൊണ്ട് വേണമെങ്കിൽ അവർക്ക് പറയാം ഇത് കെട്ടുകഥയാണ് എന്നൊക്കെ ആളുകളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഈ ശ്ലോകത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ ശ്ലോകത്തിൽ അങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള ഒരു തരത്തിലുള്ള പഴുതുകളും ഇല്ല എന്നാണ് പറയാനുള്ളത്. നതു പാരമാർത്ഥ്യം എന്ന് പറഞ്ഞതിന് പാരമാർത്ഥ്യം എന്നതിന് സത്യം എന്നുള്ളതിലുപരിയായിട്ട് പരമമായ പരമാർത്ഥത്തെ സംബന്ധിച്ചത് എന്നാണ് അർത്ഥമെടുക്കേണ്ടത്. അല്ലെങ്കിൽ അത് പരമാർത്ഥം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പാരമാർത്ഥ്യം എന്ന് പറഞ്ഞിരിക്കുന്നു, പരമാർത്ഥത്തെ സംബന്ധിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നു. പരമാർത്ഥം എന്ന വാക്കിന് സത്യം എന്നത് സാധാരണ നമ്മുടെ മലയാളത്തിലും മറ്റും ഞാൻ പറഞ്ഞത് പച്ച പരമാർത്ഥമാണ് എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. പരമാർത്ഥം എന്ന ആ വാക്കിന് വേണ്ട രീതിയിൽ അത് അർത്ഥം പ്രതിഫലിക്കാത്തത് കൊണ്ടാണോ പച്ച പരമാർത്ഥം, പച്ച എന്ന് ചേർത്തല്ല കുറച്ചുകൂടി അതിൽ ആ അർത്ഥത്തിന് കുറച്ചുകൂടി ഉത്കർഷം ഉണ്ടാകും എന്ന് കരുതിയിട്ടാകാം അങ്ങനെ പറയുന്നത്. എന്നിരുന്നാലും മലയാളത്തിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും സംസ്കൃത ഭാഷയിൽ ആ അർത്ഥം എടുക്കരുത് എന്നാണ് നിരവധി വ്യാഖ്യാനങ്ങളിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഇനി നതു പാരമാർത്ഥ്യം എന്നുള്ളതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. വചോവിഭൂതിഹി എന്ന തു പാരമാർത്ഥ്യം. ഇത് വചോവിഭൂതികളല്ല, കേവലം ആലങ്കാരികമായിട്ടുള്ള വാക്യങ്ങളല്ല, മറിച്ച് പാരമാർത്ഥ്യമാണ് എന്ന് അന്വയത്തിൻ്റെ വ്യത്യാസം കൊണ്ട് ഇത് പാരമാർത്ഥ്യമാണ് എന്നും സമർത്ഥിക്കാൻ സാധിക്കും. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ കഥകൾ മോക്ഷദായകങ്ങളല്ല, വിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാക്കാമെന്നല്ലാതെ മോക്ഷത്തിലേക്ക് ഈ കഥകൾ നയിക്കുകയില്ല എന്നുള്ളതും സത്യമാണ്. അപ്പോൾ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. മറിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ കഥകൾ നമ്മൾ നിത്യം ശ്രവണം ചെയ്യേണ്ടവയല്ല. അല്ലെങ്കിൽ ആ കഥകളെ അതേപടി നമ്മൾ ആദർശമായിട്ട് സ്വീകരിക്കേണ്ടതില്ല. ആ കഥാപുരുഷന്മാരെ സ്വീകരിക്കേണ്ടതില്ല. മറിച്ച് അവരുടെ കഥയിൽ നിന്നും വിജ്ഞാനവും വൈരാഗ്യവും കൊണ്ട് പരമാർത്ഥമായിരിക്കുന്ന മോക്ഷത്തെ പ്രാപിക്കാൻ സഹായകമായിട്ട് അവയെ സ്വീകരിക്കണമെന്നേ ഉള്ളൂ. നമ്മൾ സ്വീകരിക്കേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളെയും ശ്രീകൃഷ്ണ ഭഗവാന്റെ തത്വങ്ങളെയുമാണ്. അതിലൂടെ മാത്രമേ നമുക്ക് ജീവിതത്തിലെ അമംഗളത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഭക്തിയെ വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ശ്രീകൃഷ്ണ കഥകളും ഈ രാജാക്കന്മാരുടെ കഥകളും തമ്മിലുള്ള വ്യത്യാസത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്ലോകങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായതും. അതുപോലെ നിരവധി ജ്ഞാനികളായിട്ടുള്ള തപസ്സുകളായിട്ടുള്ള ആചാര്യശ്രേഷ്ഠന്മാർ അവരുടെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളതും. അല്ലാത്തവ നമുക്ക് തള്ളിക്കളയേണ്ടി വരും എന്നാണ് എനിക്ക് വളരെ വിനയത്തോടു കൂടിയിട്ട് പറയാനുള്ളത്.